ഞാനോ എന്നാടാ വില കുറച്ച് കിട്ടിയപ്പോ വാങ്ങിച്ചു. ഒരു ദിവസമെങ്കിലും കൂട്ടാവല്ലോ. ഈ ആ കത്തി എടുത്തു. ചേച്ചി അച്ഛനിങ്ങനെ സന്തോഷമുള്ള ദിവസാ. നോക്ക് ഞാൻ കാശ് മേടിക്കും. സിനിമയ്ക്കാ അല്ല ജാക്കറ്റ് എടുക്ക. വേഗം കൊണ്ടുപാടി. ഇത് വരട്ടോ കറി വെക്കോ? അച്ഛന് വരട്ടേ തന്നെ ഇഷ്ടം. അവിടെ ദാവത്തുകൊണ്ട് വയ്ക്ക. ഞാനൊരു 2 രൂപ എടുത്തിട്ട് വെച്ചാ. എന്തിനാ? ഒരു ജാക്കറ്റ് എടുക്കാനാ. അത് കരി വാങ്ങിക്കാനുള്ള കാശാ. ജാക്കറ്റൊക്കെ പിന്നെ വാങ്ങിക്കാം. അതകത്തുകൊണ്ട് വയ്ക്ക. എന്തിനാ വെറുതെ അതൊന്നും പറയുന്നത്? എനിക്ക് ഭാര്യയും ബന്ധമൊന്നും ഇല്ലാത്തവനാ. ഇഷ്ടമുള്ളപ്പോ വരും, ഉള്ള തരും. എത്ര നേരം ഇവിടെ പോയിട്ട് അങ്ങോട്ട് കൊടു. ഇന്നത് വെച്ചു. എനിക്ക് വേണ്ട. ചെറുക്കന് ഞാൻ ഇവിടെ വരുന്നു ഇഷ്ടമില്ലാന്ന് തോന്നുന്നു. ആദ്യം കണ്ടപ്പോ എനിക്ക് നിന്നെ മനസ്സിലായത് പോലുമില്ല. നിന്റെ അച്ഛനും ഞാൻ എത്ര കാലം കഴിഞ്ഞതാ. ഒരേ പാത്രത്തും ചോറുണ്ട് എത്ര കാലം ജീവിച്ചതാ. അന്ന് നീ ചെറിയ ചെക്കനായിരുന്നു. അച്ഛൻ എപ്പോഴും പറയാറുണ്ട്. അച്ഛന് വാദത്തിന്റെ അസുഖം എങ്ങനെയുണ്ട്? ഇപ്പോഴും കഷായം കുടിച്ചോണ്ടിരിക്കുക. അപ്പോഴാരാ പണിയാ? എല്ലാം ഇപ്പൊ ഞാനാ നോക്കുന്നത്. അത് നന്നായി. അച്ഛനെപ്പോലെ നീ ഒരു നല്ല പണിക്കാരനായി വാ. മോളെ ജാനു, ഇത്തട വന്നേ. അയ്യപ്പനിരിക്കെ. ഒരു കുടുംബം നോക്കാനുള്ള പ്രാപ്തി അവക്കുണ്ട്. കാണാനും മോശമില്ലെന്നാ എന്റെ പേര്. എന്താ വെച്ചാ? കുറച്ച് കടുക്കാപ്പി ഉണ്ട്. പഞ്ചാരയില്ല. അഞ്ഞോളം കാണുമോ? കൊണ്ടുവാ. ഇതാ എന്റെ മോള്. നിന്റെ അച്ഛനും ഞാനും കൂടി അന്നൊരു വാക്ക് പറഞ്ഞ് ഉറപ്പിച്ചിരുന്നു. നിന്നെ കൊണ്ട് എന്റെ മോളെ കെട്ടിക്കാവുന്നു. കഞ്ഞോളമില്ലേടി? അവിടെ ഉള്ളൂ. കുഞ്ഞിരാമൻ എന്നെ ഒന്ന് സഹായിക്കുന്നു. ഒരു സമയം ഒരു 500 രൂപ ഉണ്ടാക്കി തരേണ്ടി വരും. എന്താ ഇത്ര പെട്ടെന്നൊരു അത്യാവശ്യം? ചെറിയ മകളുടെ കല്യാണം ഉടനെ ഉണ്ടായി. അതൊരു നല്ല കാര്യ. പക്ഷേ ഇത്രയും പണം എവിടെ നിന്ന് ഉണ്ടാക്കും? പണിയും വരവുള്ള കാലമല്ലേ ഇത്. ആ തോമാച്ചനോടോ മറ്റോ ഒന്ന് ചോദിച്ചാൽ. പുരയുടെ വിറ്റിട്ടാണെങ്കിൽ ഞാൻ ഉടനെ മടക്കി കൊടുക്കാം. ശ്രമിക്കാം. മതി. തരാമെന്നൊരു വാക്ക് പറയാനെങ്കിലും നിനക്ക് തോന്നിയല്ലോ. ഇന്ന് വരെ ആരോടും ഒരു സഹായം ചോദിച്ചിട്ടുള്ളവനല്ല ഇതേലും. ഇവളെയെങ്കിലും എനിക്കൊരു നല്ല ചെറുക്കൻ്റെ പിടിച്ച് ഏൽപ്പിക്കാം. എന്നാ ഞാൻ വരട്ടെ. എന്താടാ എലി പുന്നല്ലുകൊണ്ട് മരിച്ചിരിക്കണേ? ഫസ്റ്റ് പ്ലാൻ. പാറപട്ടിക്ക് നാളല്ലേ, എന്നിട്ടാണോ ഈ പാവത്തിന്? ഇതൊക്കെ വെറും പുല്ല്. ഇതാണ് ശരിയായ വഴി. ഓ എടാ, എന്തോ ചിലതൊക്കെ കൊത്തിയെടുക്കണമെങ്കിലേ കൊക്ക് മാത്രം പോരാ, കൂർമ്മയുള്ള ബുദ്ധിയും വേണം. തുടക്കം കൊള്ളാം. നീ എന്റെ കൂടെ നിന്നാൽ ഏറ്റു. ഞാൻ സമ്മതിച്ചു. എന്നാ വാ. ഓ എന്താ ഇഷ്ടമില്ലേ? പിന്നെ അച്ഛനറിഞ്ഞാൽ ഒന്നും പേടിക്കണ്ട, ഞാനില്ലേ. ഇതും ഞാനും വേണ്ടി കൊണ്ടുവന്നതാ. അയ്യോ എനിക്ക് വേണ്ട. ഞാനൊന്നും വിശ്വാസമില്ലേ? ഞാൻ പോവാ. നിൽക്കൂ.
ചിരിക്കാനറിയില്ലേ? ഞാൻ കരയാനേ പഠിച്ചിട്ടുള്ളൂ. അത് ശരി, എന്നും ഞാൻ ചിരിപ്പിക്കും. ഇപ്പോഴല്ലേ കാണുന്നു. ഞാനിത് കാണാൻ തുടങ്ങിയിട്ട് എത്ര നാളെന്നറിയാം. ഇപ്പൊ കളിക്കണ കളി നമ്മോടാ. കഷ്ടല്ലേ, നിങ്ങൾ കണ്ടില്ലേ? അതല്ല സിനിമാ കളി. ഓ അങ്ങനെ നമ്മോടാ, കണ്ടു നോക്കണം. ഓ ഇങ്ങനെ. നിന്റെ പേരെന്തുവാ? പഴയ പേര് തന്നെ. വരട്ടെ. നിങ്ങൾ പറഞ്ഞത് അവന് പിടിക്കില്ല അല്ലേടാ അപ്പു? ജാനു നമ്മുടെ വീട്ടിലേക്ക് വരാനുള്ള വഴി അറിയല്ലേ? കല്യാണ പിന്നെ കാണുന്ന വീട് അന്വേഷിച്ചു വരുമല്ലേ? ഇന്നെന്താ എത്ര സന്തോഷം? എന്താണ്ട് ചുണ്ടുകളും ചൂണ്ടിരിക്കണേ. ഇതെന്താ? ആ സെൻബ, തയ്യക്കാരൻ്റെ അടുത്ത് കൊടുത്ത് എനിക്കൊരു ജാക്കറ്റ് തുന്നിച്ചു തരൂ. അത്രയ്ക്കായില്ലേ? ഇത് വേലൂപ്പരായി കൊടുത്ത് നിങ്ങളുടെ പുന്നാരമോള് ജാനു സിനിമാക്കാരൻ അപ്പൂന്റെ കൂടെ സ്നേഹമാണെന്നും ആ കള്ളസ്നേഹത്തിന്റെ പേരില് ജാക്കറ്റും വളകളും സോപ്പും ചീപ്പും പൗഡറും എല്ലാം കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നും ഞാൻ പറയാൻ പോവാ. ഓ അത്രയുണ്ടോ? ഇനി വല്ല ഉണ്ടോ? അല്ല ഇതാര്? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് കേറി വാ. അന്റെ കല്യാണം ഉറപ്പിച്ചത് കേട്ടല്ലേ? ശരിയാണ്. നിങ്ങൾക്ക് വേറൊന്നും പറയുന്നില്ലേ? അന്റെ കല്യാണം ഉടനെ നടത്തണം. വീട് മമ്മുക്ക. അതും പോയി, അതും പോയി. അയ്യോ, ശരിക്കാ പൂവിന്റെ കൈ തരത്തല്ലോ. വലിയ മിടുക്കൻ. നീ മനസ്സിലാക്കിയില്ല, അത് മതി. ഈ പൂവിന്റെ പേരറിയും നിനക്ക്? ജാനു. അപ്പൊ എന്റെ കഴുത്ത് ഇതുപോലെ കല്ലും തെരഞ്ഞു പൊട്ടിക്കല്ലേ? നിന്റെ കഴുത്ത് കല്ലുകൊണ്ടല്ല, സ്വർണം കൊണ്ട്. അമ്മ ഇല്ല വേണം. മടി കുന്നത് എടാ, അടിച്ചതിന്റെ ചന്ദ്ര തൊലിഞ്ഞെടുക്കും. വേണ്ട വേണ്ട വേണ്ട, പിള്ളേർക്ക് ചന്തി ആവശ്യമാണ്. ആ വലുതാമൾ എവിടെയെങ്കിലും ഇരിക്കണം തോന്നിയാൽ എവിടെ ഇരിക്കാം? ഒരു ചന്തി കടം കിട്ടും. ആകെ എത്രയും? 85 രൂപ. അല്ല 85 പൈസ. തന്റെ 100 രൂപ. 60 പൈസയില്ല, ബാക്കി പിന്നെ തരാം. ആഹാ, തിന്നുമ്പോ കണക്കറിയില്ലല്ലേ? കയ്യിൽ കാശില്ലാതെ തിന്നാൻ വരിക. ആ മേൽമുണ്ടൂടെ അഴിച്ചു വെച്ചിട്ട് പോ. 25 പൈസ തന്നെ ഉള്ളു, ഞാൻ തരാം. പാവം, താനാ പെണ്ണിന്റെ മുണ്ടൊന്നും അഴിച്ചു വാങ്ങിക്കണ്ട. ഓ കൊച്ചി കള്ളാ, നിനക്ക് എന്തോ എന്റെ കുറവാ മോനെ. നടക്കാതെ കല്ലിൽ വെള്ളം ചേർത്തിലിരിക്കുന്നു. ഞാൻ ജാനുവിനെ കാണാൻ വരികയായിരുന്നു. എനിക്ക് മനസ്സിലായി. എന്തായാലും ജാനു സിനിമയ്ക്ക് വരണം, ഞാനവിടെ കാത്തിരിക്കും. മിണ്ടാതിരുന്നാൽ സമ്മതിച്ചു നിർത്താല്ലേ? എനിക്ക് വരാൻ പറ്റില്ല. ജാനു, എന്തൊക്കെയും പറയണമെന്നുണ്ടായിരുന്നു. നിന്നെ കണ്ടപ്പോൾ ഒക്കെ മറന്നു.
വരണോട്ടോ